പ്രൊഡക്റ്റ് ഫോട്ടോഗ്രാഫിക്ക് ഉപകാരപ്പെടുന്ന തരത്തിലുള്ള ഒരു ഫോൾഡബിൾ സ്റ്റുഡിയോ ആണ് ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. ഇതിന്റെ പേര് വരുന്നത് ഫോൾഡിയോ 2+ എന്നാണ്. അതായത് പ്രൊഡക്റ്റ് ഫോട്ടോഗ്രാഫി എന്ന് പറയുമ്പോൾ നമ്മുടെ ചെറിയ ചെറിയ പ്രൊഡക്റ്റുകൾ എന്തെന്ന് വെച്ചാൽ നമ്മൾ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റിലേക്ക് നമുക്ക് കാണാം ചെരുപ്പുകള്, വാച്ചുകള്, അതുപോലെ നമ്മുടെ ക്യാമറകൾ തുടങ്ങിയവയൊക്കെ ഈ ഒരു പ്രൊഡക്റ്റിന്റെ ഫോട്ടോ നമ്മൾ കാണുന്നുണ്ട്. അതൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോൾഡബിൾ സ്റ്റുഡിയോ സെറ്റപ്പാണ് ഇന്ന് ഞാനിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ഇത് എങ്ങനെ ഷൂട്ട് ചെയ്യാം, ഈ ഒരു പ്രൊഡക്റ്റ് അൺബോക്സ് ചെയ്ത് നമുക്ക് ഇതിലെങ്ങനെയാണ് ഒരു പ്രൊഡക്റ്റിനെ ഷൂട്ട് ചെയ്യുന്നതൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ചാനലിന്റെ അപ്ഡേറ്റ്സ് ഒക്കെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അതേ സമയം കാണുന്നതിന് വേണ്ടിയിട്ട് ആ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് നമുക്കൊന്ന് പുറത്തേക്ക് എടുക്കാം. ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റിന്റെ ബോക്സ് വരുന്നത്. ഇവിടെ ഒരു മുകളിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഫോൾഡിയോ പ്ലസ് എന്ന് ഒരു ഫോൾഡബിൾ സ്റ്റുഡിയോ എന്ന് കൊടുത്ത് നല്ലൊരു വൈറ്റ് ബോക്സിലായിട്ട് ഫ്രണ്ട് ഭാഗം കാണുക. പിൻവശം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് ഓപ്പൺ ചെയ്ത് അസംബിൾ ചെയ്തിട്ടുള്ള ഒരു രീതി എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ വലത് വശത്തായിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ കുറച്ച് സ്പെസിഫിക്കേഷൻസ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ കൊടുത്തിട്ടുള്ള എന്തൊക്കെയാണ് ലൈറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഏതായാലും നമുക്ക് ബോക്സ് ഓപ്പൺ ചെയ്ത് നമ്മുടെ പ്രൊഡക്റ്റ് ഇതിൽ നിന്ന് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഇതാണ് ബോക്സിന്റെ മുകളിലായിട്ട് തന്നെ നമുക്ക് രണ്ട് പേപ്പറുകൾ കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ലൈറ്റിങ് അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഒരു ബ്ലാക്ക് ഷീറ്റും കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഒരു വൈറ്റ് ഷീറ്റും കൊടുക്കുന്നുണ്ട്. അങ്ങനെ രണ്ട് ഷീറ്റുകളാണ് ഇതിൽ കാണാൻ സാധിക്കുക. അപ്പോൾ ഇത് ഉപയോഗിച്ചൊക്കെ നമുക്ക് ഫോട്ടോസ് ബാക്ക്ഗ്രൗണ്ട് മാറ്റാൻ സാധിക്കും. ശേഷം ഇതിനുള്ളിലായിട്ട് വരുന്നത് നമ്മുടെ പ്രൊഡക്റ്റാണ്. ഇവിടേക്ക് നമുക്ക് ഫോൾഡിയോയുടെ ആ ഒരു ബാഡ്ജിങ് കാണാം. കൂടാതെ നല്ല രീതിയിൽ പാക്കിംഗ് ചെയ്തിട്ടാണ് നമ്മുടെ പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് വരുന്നത്. വളരെ സിമ്പിൾ ലൈറ്റ് വെയിറ്റ് ഒരു പ്രൊഡക്റ്റ് കൂടിയാണിത്. ശേഷം ബോക്സിൽ മറ്റെന്തൊക്കെയാണെന്ന് നോക്കാം. ഈ ഒരു സൈഡ് വശത്തായിട്ട് നമുക്ക് ചെറിയൊരു ബോക്സ് കൂടി കാണാൻ സാധിക്കും. ഇത് ഓപ്പൺ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിലായിട്ട് നമുക്ക് ചാർജിങ് കണക്ടറാണ് കൊടുത്തിട്ടുള്ളത്. ഇതിനോട് കൂടെ തന്നെ കുറേ അധികം കണക്ടേഴ്സ് കൊടുക്കുന്നുണ്ട്. നമുക്ക് പല രാജ്യങ്ങളിൽ പോകുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കണക്ടേഴ്സാണ് ഇതിനോടൊപ്പം കൊടുത്തിട്ടുള്ളത്. ഇതാ കുറേ അധികം കണക്ടർ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതൊരു യൂണിവേഴ്സൽ ചാർജറാണെന്ന് പറയാം. നമുക്കത് കണക്ട് ചെയ്യുന്നതുകൊണ്ടുള്ള ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ചാർജർ നമുക്ക് ഇതിനോടൊപ്പം തന്നെ കാണാൻ സാധിക്കും. പിന്നെ നമ്മുടെ ലൈറ്റ് കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കണക്ടറും അതുപോലെ തന്നെ ഇതിലായിട്ട് രണ്ട് ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉപയോഗം നമുക്ക് പറയാം. അപ്പോൾ ഏതായാലും ഇത്രയും പ്രൊഡക്റ്റുകളാണ് നമുക്ക് ഈ ഒരു ബോക്സിനുള്ളിലായിട്ട് ലഭിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ചെറിയ രീതിയിൽ നമുക്ക് ക്യാരി ചെയ്ത് നടക്കാനായിട്ട് ഒരു ഹോൾഡറൊക്കെ കൊടുത്തിട്ടുള്ള നല്ലൊരു പ്രൊഡക്റ്റാണിത്. ഇതിൻ്റെ മുകളിൽ നമുക്ക് ഫോൾഡിയോ എന്ന കമ്പനിയുടെ ബാഡ്ജിങ് കാണാൻ സാധിക്കും. പിന്നെ ഈ ഒരു പ്രൊഡക്റ്റ് പൂർണ്ണമായിട്ടും വർക്ക് ചെയ്യുന്നത് മാഗ്നറ്റ് ഉപയോഗിച്ചിട്ടാണ്. എല്ലാ വശത്തുമായിട്ട് മാഗ്നറ്റ് ഫിക്സിങ്ങിലാണ് ഇത് നിൽക്കുന്നത്. അത്യാവശ്യം നല്ല പവറുള്ള ഒരു മാഗ്നറ്റാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഏതായാലും നമുക്ക് ഇതൊന്ന് അസംബിൾ ചെയ്തെടുക്കാം. അസംബിൾ ചെയ്യുന്നതിന് ആദ്യമായിട്ട് നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. ശേഷം ഇതിന്റെ ഈ ഒരു പാർട്ട് കൂടി ഓപ്പൺ ചെയ്യാം. പിന്നെ ഉള്ളിലായിട്ട് തന്നെ മാഗ്നറ്റ് ആണ്. എല്ലാ വശത്തുമായിട്ട് നമുക്ക് മാഗ്നറ്റ് വെച്ചിട്ടാണ് ഇത് ഫിക്സ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പാർട്ടൊക്കെ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് മാഗ്നറ്റുമായിട്ടൊന്ന് കണക്ട് ചെയ്തെടുക്കാം. വളരെ സിമ്പിളായിട്ട് നമുക്ക് അസംബിൾ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ മാഗ്നറ്റും എല്ലാം കണക്ട് ചെയ്തിട്ട് ഈ ഒരു രീതിയിലായിരിക്കും നമ്മുടെ പ്രൊഡക്റ്റ് ബോക്സ് വരിക. ഇനി ഇതിനുള്ളിലായിട്ട് ഇവിടെ ആയിട്ട് നമുക്ക് പ്രൊഡക്റ്റുകളൊക്കെ വെച്ചിട്ട് ഷൂട്ട് ചെയ്തെടുക്കാൻ സാധിക്കും. ഇത് നല്ലൊരു മെറ്റീരിയൽ തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. കൂടാതെ ഇതിലായിട്ട് 3 LED ഇൻഡിക്കേഷൻ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ 3 LEDകളായിട്ട് നമുക്ക് തരംതിരിച്ച് വെച്ചിട്ടുണ്ട്. ഇതിലേക്കുള്ള കണക്ഷൻ നമുക്കിവിടെ മുകളിലായിട്ടും കൊടുത്തിട്ടുണ്ട്. കൂടാതെ നമുക്ക് മുകൾ വശത്ത് നിന്നും ഫോട്ടോസ് ഒക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പോർഷൻ ഇതുപോലെ ഓപ്പൺ ചെയ്തെടുക്കാൻ സാധിക്കും. ഇതും ഉപയോഗിച്ചിട്ടുള്ളത് മാഗ്നറ്റ് വഴി തന്നെയാണ് ഇതിലേക്ക് ഒട്ടി നിൽക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്കുള്ള ലൈറ്റ് കണക്ഷൻ ഒന്ന് കൊടുക്കാം. ലൈറ്റ് കണക്ഷൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ച ഈ ഒരു കണക്ടർ എടുക്കാം. അപ്പോൾ കണക്ടർ ഇതിലേക്കൊന്ന് കണക്ട് ചെയ്യാം. മുകളിലായിട്ട് നമുക്ക് ഇതൊന്ന് കണക്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ കണക്ട് ചെയ്തു. ഈ ഒരു കണക്ടറിൽ തന്നെ 2 ബട്ടൺസ് കൊടുക്കുന്നുണ്ട്. ഒരു റിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഇതിന്റെ ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഇതിന്റെ ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്യുന്നതിനായിട്ട് നമുക്ക് ഇതിൽ 2 റിങ്ങും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 കണക്ഷൻ കൊടുക്കുന്നു. ഇതിനോടൊപ്പം തന്നെ എക്സ്ട്രാ ഒരു ബൾബ് കൂടി നമുക്ക് വാങ്ങിയിട്ട് ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ ഫിക്സ് ചെയ്യാൻ സാധിക്കും. അതായത് നമുക്ക് ഇതിന്റെ കണക്ഷൻ പ്രൊസീജിയർ ഒന്ന് കഴിഞ്ഞിട്ട് വരാം. ഇപ്പോൾ നമ്മൾ കണക്ട് ചെയ്തപ്പോൾ നമ്മുടെ ഈ ഒരു ലൈറ്റ് കാണാം. നമ്മുടെ ക്യാമറയിൽ കുറച്ചുകൂടി നല്ല ലൈറ്റിംഗ് ആണ് തോന്നുന്നു.
അപ്പോൾ ഇതാണ് ഇതിലെ 3 LED ലൈറ്റുകൾ കൊടുത്തപ്പോഴുള്ള പ്രകാശം. നല്ല രീതിയിലുള്ള പ്രകാശം നമുക്ക് ഇതിൽ ലഭിക്കുന്നുണ്ട്. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ ലൈറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതിലായിട്ട് നമുക്ക് ലൈറ്റ് സ്വിച്ച് കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിലെ ലൈറ്റ് പ്രകാശം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വേണ്ട രീതിയിൽ സെറ്റ് ആക്കാൻ സാധിക്കും. അപ്പോൾ നല്ല രീതിയിൽ പ്രകാശം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാമറ ഒക്കെ ഉപയോഗിച്ച് നല്ല ഫോട്ടോസൊക്കെ ഇതിൽ ഔട്ട്പുട്ട് എടുക്കാം. കൂടാതെ മുകൾ വശത്ത് നിന്ന് നമുക്ക് ഇതിൽ ഫോട്ടോസ് എടുക്കാൻ സാധിക്കും. ഇത്രയുമാണ് ഇതിൻ്റെ ഒരു കണക്ഷൻ പ്രൊസീജിയർ വരുന്നത്. ഇനി ഇതിനോടൊപ്പം തന്നെ എക്സ്ട്രാ ആയിക്കൊണ്ട് നമുക്ക് LED ലൈറ്റുകൾ വാങ്ങിക്കൊണ്ട് നമുക്ക് നല്ല പ്രൊഡക്റ്റ് ഫോട്ടോഗ്രാഫി എടുക്കാൻ സാധിക്കും. അപ്പോൾ ഏതായാലും ചെറിയൊരു രീതിയിൽ നമുക്ക് പ്രൊഡക്റ്റ് ഒക്കെ വെച്ചിരുന്ന് ഫോട്ടോ എടുത്ത് നോക്കാം. ഇനി ഇതിനോടൊപ്പം കൊടുത്തുള്ള ഈ ഒരു ഷീറ്റ് നോക്കാം. 2 ഷീറ്റുകളാണ് ഇതിനോടൊപ്പം കൊടുത്തിട്ടുള്ളത്. ഒരു ബ്ലാക്ക് കളർ ഷീറ്റും പിന്നെ ഒരു വൈറ്റ് കളർ ഷീറ്റും. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിന്റെ നിറം മാറ്റുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ 2 ഷീറ്റുകൾ ഉപയോഗിക്കാം. അപ്പോൾ ഷീറ്റ് എങ്ങനെയാണ് മൗണ്ട് ചെയ്യുന്നത് നോക്കാം. അതിനായിട്ട് ഇതിന്റെ മുകളിൽ നമുക്കൊരു ചെറിയ മാഗ്നറ്റ് പീസ് കൊടുക്കുന്നുണ്ട്. അതായത് ഒരു മാഗ്നറ്റ് പീസാണ്. ഇത് നമുക്ക് കണക്ട് ചെയ്തതിന് വേണ്ടിയിട്ട് ഉള്ളിലൊരു ചെറിയൊരു പോർഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്താൽ നമുക്ക് ഇതിനെ കറക്റ്റ് ചെയ്ത് ഉൾവശം കാണാം. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് 2 വശം നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഇതിന്റെ ഈ ഒരു രീതിയിൽ നമ്മൾ വെച്ചതിന് ശേഷം മാഗ്നറ്റുമായിട്ടൊന്ന് ഘടിപ്പിക്കാം. ഉള്ളിലെ മാഗ്നറ്റിലേക്ക് നമുക്കൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മാഗ്നറ്റ് കറക്റ്റാക്കി വെച്ചിട്ടുണ്ട്. ഈ ഒരു രീതിയിലായിരിക്കും നമുക്ക് ഇതിന്റെ ഉൾവശം വരുന്നത്. അപ്പോൾ ഇവിടെ ആയിട്ട് നമുക്ക് പ്രൊഡക്റ്റ് വെച്ചുകൊണ്ട് നല്ല രീതിയിൽ ഫോട്ടോസ് എടുക്കാൻ സാധിക്കും. അപ്പോൾ ഫോട്ടോ സാമ്പിൾസ് നമുക്ക് നോക്കാം. കുറച്ച് ഇതിലെടുത്ത ഫോട്ടോസ് എത്രത്തോളം ക്വാളിറ്റി ഉണ്ട് എന്നുള്ളതൊക്കെ. അപ്പോൾ ബ്ലാക്കിലും അതുപോലെ തന്നെ നമുക്ക് ഇനി വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വൈറ്റ് ഷീറ്റ് ഉപയോഗിച്ച് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ആക്കിയിട്ട് ഫോട്ടോസ് എടുക്കാം. അപ്പോൾ കുറച്ച് ചെറിയ പ്രൊഡക്റ്റ് വെച്ചിട്ടെടുത്ത ഫോട്ടോ സാമ്പിൾസ് നമുക്ക് ഇതിൽ ഉപയോഗിച്ച് മൊബൈൽ ഫോൺ ഉപയോഗിച്ച് നമുക്ക് ഫോട്ടോസ് എടുക്കാം. അതുപോലെ തന്നെ DSLR ക്യാമറ ഉപയോഗിച്ചും ഫോട്ടോസ് എടുക്കാം. അപ്പോൾ നല്ല രീതിയിൽ ലൈറ്റിംഗ് കൊടുക്കുകയാണെങ്കിൽ മൊബൈൽ ഫോണിൽ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് നല്ല ഔട്ട്പുട്ട് ഫോട്ടോസ് ഒക്കെ നമുക്ക് ലഭിക്കും. പിന്നെ DSLRലാണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്രത്തോളം ലൈറ്റ് വേണമെന്നുള്ളത് ഇതിൽ നോക്കിയിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് എക്സ്പോഷറും ISO ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ മാനുവലി ഫോട്ടോസ് എടുക്കാം. അപ്പോൾ പ്രൊഡക്റ്റിന്റെ ഫോട്ടോസ് ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ ഒരു ക്വാളിറ്റി മനസ്സിലാവുന്നുണ്ടാവും. നല്ല രീതിയിൽ ഔട്ട്പുട്ട് ലഭിക്കുന്നുണ്ടാവും. നിങ്ങൾക്കൊരു ചെറിയ രീതിയിലുള്ള ഒരു ഓൺലൈൻ സ്റ്റോറോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇത് വെച്ചിട്ട് നമുക്ക് ഫോട്ടോസ് എടുത്ത് അതിൽ അപ്ലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ ഏതായാലും ഈ ഒരു പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്കിപ്പോൾ ഖത്തറിൽ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ 460 റിയാലാണ് ഇതിന്റെ പ്രൈസ് വരുന്നത്. ഇനി ഇന്ത്യയിൽ ഓൺലൈനിൽ ലഭിക്കുന്ന സ്റ്റോറുകളുടെ ഡീറ്റെയിൽസ് ഇതിന്റെ പ്രൈസ് ഒക്കെയാണ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അപ്പോൾ ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിയതും ഇതിന്റെ ഒരു അൺബോക്സിങ് ചെയ്തു ആ ഷോപ്പിൽ നിന്ന് തന്നെയാണ്. ഞാൻ അൺബോക്സ് ചെയ്ത് ലെൻസ് ക്യാമറ എന്നുള്ള ഷോപ്പിൽ നിന്നാണ് ഈ പ്രൊഡക്റ്റ് വാങ്ങിയത്. അപ്പോൾ അവിടെ നിന്ന് തന്നെ ഞാൻ ഫസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്തതാണ്. അതിൻ്റെ ഒരു ചെറിയ ക്ലിപ്പ് ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഷോപ്പിൽ തന്നെ അൺബോക്സ് ചെയ്താൽ കറക്റ്റ് പറയാനൊന്നും കഴിഞ്ഞില്ല. ചെറിയ രീതിയിൽ ഒന്ന് അൺബോക്സ് ചെയ്ത് നമ്മൾ ചെക്ക് ചെയ്യുകയാണ് ഉണ്ടായത്. അപ്പോൾ അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടാണ് പ്രൊഡക്റ്റ് ഞാൻ എടുത്തു വന്നത്. അപ്പോൾ ഇത്രയും തന്നെയാണ് ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തുടർന്നും ഇതുപോലെയുള്ള വീഡിയോസ് ഒക്കെ കാണുവാൻ വേണ്ടിയിട്ട് എൻ്റെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. താങ്ക് യു.